18. സർവീസസ് ഒന്ന് നിർത്തുവോ? ഗാർബേജ് എടുക്കുന്നത് അതെടുത്തോട്ടങ്ങ് പോകും. പിന്നെ അടുത്തത് വരും. അത് കഴിഞ്ഞു. ഞാൻ വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഗാർബേജ് ട്രക്ക്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിന്. ചേട്ടാ ഇതിനെന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇല്ല ഓക്കെ 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 ഞാൻ ഓക്കെ കിട്ടി എനിക്ക്. There we go. There we go. ടൈറ്റ് ചെയ്തോ. സെറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇങ്ങനെയല്ലേ? ഇച്ചിരി ലൂസാണല്ലോ. ഓക്കെ അല്ലേ? യാ ഇത്രയും ഇന്നോട്ടെ അല്ലേ? യാ that's it. Yes. നമ്മൾ കുട്ടികളൊക്കെ വണ്ടിയിലുണ്ടെങ്കിലല്ലേ നമ്മൾ ചൈൽഡ് ഓൺ ബോർഡ് ബൈക്കിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ആണ്, അത് വെക്കൂട്ടോ. ഓക്കെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോകാം ഗൈസ്. ചുണ്ടൊക്കെ സീറ്റ് ബെൽറ്റ് ഇടാൻ പാടാ. അല്ലു സാർ നോക്കുന്നു നോക്കി. അല്ലു സായ് കുഞ്ഞു കുഞ്ഞു ഒരാളിരിക്കുന്നു നോക്കി. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര സിൻഡനിലേക്കാണ് കേട്ടോ. സിൻഡനിലാണ് ഇവന്റെ അല്ലൂസിന്റെ നമ്മുടെ വിസ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിട്ട് പോകണേ. ആക്ച്വലി രാവിലെ എണീക്കുമ്പോ തൊട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തിരക്കും ബഹളവും പോകാനുള്ള ഇതും ഒക്കെ കാരണം സാധനങ്ങളൊക്കെ, ഒന്നാമത്തെ കാര്യം ഇവന്റെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാനുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലായിടത്തൊക്കെ വെക്കുന്ന കാരണം താമസിച്ചു. ചേട്ടാ ഞാൻ കുഴപ്പമില്ല, ഞാൻ വർത്താനം പറഞ്ഞോളാം. അപ്പൊ നമ്മള് ഇവിടുന്ന് വണ്ടി എടുത്തു സിൻഡനിലേക്ക് പോകണം കേട്ടോ. സിൻഡനിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ചേട്ടാ. മിനി ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് സൺഡേ മാത്രമേ. മിനി ട്രെയിൻ അതിനകത്ത് കുഞ്ഞി ട്രെയിൻ, അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഉള്ള റൈഡ് അത്. അയ്യോ പക്ഷെ സൺഡേ അല്ലല്ലോ. ഇന്നെന്താ? ഇന്ന് തിങ്കളാഴ്ച അല്ലേ? ഇന്നലെ ആയിരുന്നേ ഉണ്ടായത്. പക്ഷെ ഇന്നലെ എനിവേ UK കാസ് ഓപ്പൺ ആയിരിക്കില്ലല്ലോ, വീക്കെൻഡ്സ് അല്ലേ. ഓക്കെ അപ്പൊ എനിവേ നമുക്ക് അത് പിന്നെ നമുക്ക് പോവാല്ലേ. പിന്നെ പക്ഷെ അത് ഈ തണുപ്പ് സമയത്തുണ്ടല്ലോ അത് പാടാം, ഈ ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ. അതുകൊണ്ടൊക്കെ എനിക്ക് അവരത് വീക്കിലി മനസ്സിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഇപ്പൊ സമ്മറൊക്കെ തണുപ്പ്, പക്ഷെ ഇപ്പൊ അധികം തണുപ്പില്ലല്ലോ. ആഴ്ചയിൽ 2 വട്ടം 3 വട്ടം ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിലായിട്ട് രണ്ട് ഹോസ്പിറ്റൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്സാണ് കേട്ടോ അത്. ആക്ച്വലി 3 ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലും പിന്നെ 2 മെയിൻ ഹോസ്പിറ്റലും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൗണ്ടി. പക്ഷേ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ബസ് സർവീസ്. പക്ഷെ എനിവേ ഈ പെണ്ണെ സമ്മതിക്കുന്നില്ല, പറയാൻ സമ്മതിക്കത്തില്ല. Yes guys, അവള് പറഞ്ഞതുപോലെ നമ്മളിപ്പം M5ലേക്ക് അല്ലേടായി, M5 അല്ലേ, M5ലേക്ക് കയറുവാണ് കേട്ടോ. അതിവിടുത്തെ മോട്ടോർ വേ ആണേ. കേരള വഴികൾ ഇങ്ങനെ ഇഷ്ടംപോലെ റൗണ്ട് അബൌട്ട്സും ആയിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. കാലാവസ്ഥ നമുക്ക് അത്ര അങ്ങ് അനുകൂലമല്ല. സിൻഡനിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നു, പക്ഷേ കാലാവസ്ഥ അനുവദിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, മൂടിക്കെട്ടിയൊക്കെയാണ് നിൽക്കുന്നത്. നോക്കാം, വിൽ ട്രൈ. സർവീസസിൽ ഒന്ന് നിർത്തോ ചേട്ടാ, സർവീസസിലേക്ക് പോകൂ. ചായ കുടിക്കണം. സർവീസസ് എന്ന് പറഞ്ഞാല് സർവീസസ് എന്ന് പറഞ്ഞാല് സർവീസസ് എന്ന് പറഞ്ഞിട്ടല്ലോ, ഇവിടെ ഇങ്ങനെ മോട്ടോർ വേയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്കിവിടെ ചില സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അവിടെ പല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു കോഫി കുടിക്കണോ, ഒരു ടീ കുടിക്കണോ, അല്ലെങ്കിൽ ഒന്ന് കുറേ നേരം മോട്ടോർ വേയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മളൊന്ന് മടുക്കത്തില്ലേ. അപ്പോൾ വേണമെങ്കിൽ ഒരു റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സർവീസസിൽ നമുക്ക് കയറാം കേട്ടോ. അങ്ങനെ ഇവിടെ അങ്ങനെയും സിസ്റ്റം അവൈലബിൾ ആണ് കേട്ടോ. വെയിൽ വന്നിട്ടുണ്ട്, നല്ല സൺഷൈൻ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. വെരി നൈസ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സർവീസസിൽ ഇറങ്ങിട്ടോ.
നമുക്കിവിടെ ചായ കുടിക്കാം. രാവിലെ ചെറിയ രീതിയിലൊരു ചായ കുടിച്ചിട്ട് പോകുന്നത്. വീണ്ടും വിശന്ന് തുടങ്ങി നമ്മളിവിടെ കയറിയിട്ടാണ്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. KFC, M&S, സിൽവി ഫുഡ്, കോസ്റ്റ കഫേ ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. കണ്ടോ പല പല ഷോപ്പുകളുണ്ട് ഇവിടെ. ഇതൊരു നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് മോട്ടോർ വേ കൂടെയൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ലോങ് യാത്ര പോകുമ്പോഴത്തേനും അല്ലേ ഏട്ടായി? അതിവിടെ ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞങ്ങളൊരു സംഭവം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഇവിടെ കിട്ടുമെന്ന് നോക്കണം. കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അല്ലേ ഏട്ടായി? കിട്ടാൻ സാധ്യതയുണ്ട്. ഭയങ്കര ഹാപ്പിയായേ. ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി 2-3 ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. വേണമെങ്കിൽ KFCയിലൊക്കെ ഒന്ന് കയറാമായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ല. തിരിച്ചു വരുമ്പം ഏതെങ്കിലും സർവീസസ് ഉണ്ടെങ്കിൽ മടുക്കുവാണെങ്കിൽ കയറാം. അലീസേ, അലീസിന് എന്നാ വേണ്ടേ? എന്നിട്ട് നമുക്ക് ഇവിടുത്തെ കടകളിലൊക്കെ ഒന്ന് പോയിട്ട് വന്നല്ലോ. അലീസ് എന്നാ വേണ്ടി പറഞ്ഞു? KFC വേണോ നിങ്ങൾക്ക്? KFC കോഫി വേണോ? ഇത് വേണ്ടേ? കഴിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു അല്പം ലേറ്റ് ആണോ എന്ന് അറിയത്തില്ല. എനിവേ 10:30 അപ്പോയിൻമെൻറ്റ്. 10:20 ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരത്തെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ പോവാണേ. കറക്റ്റ് ടൈമിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ 10:20 ആയപ്പോൾ നമ്മളകത്ത് കയറിയല്ലേട്ടേ. പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ്റെ ഒരു ഫോട്ടോ എടുത്തു, പിന്നെ പാസ്പോർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടു. പക്ഷെ ദൂരം നോക്കുമ്പോൾ അവിടെ ഭയങ്കര മഴ പോലെ അല്ലേട്ടായി. നമ്മൾ മഴക്കകത്തോട്ട് കയറിയിരിക്കുന്ന കൈ നമ്മൾ വന്നാ കഴിയുന്ന ഭയങ്കര മഴ പെയ്യാണ്. നല്ല മഴ. അയ്യോ, അവിടെ അത്ര ഇല്ലായിരുന്നല്ലോ. തൊട്ട് മുകളിൽ അത്ര ഇല്ലായിരുന്നു. ഭയങ്കര മഴ. അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര മഴ. ഇപ്പനെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം. നമ്മൾ ഒരു മഴ പെയ്തു, പെട്ടെന്ന് തന്നെ നോക്കുമ്പോഴത്തേനും ഒരു നല്ല തെളിച്ചോല്ലേ. നമുക്ക് അധികം സമയം UK വികാസിൽ എടുത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റ്സ്, എനിക്ക് തോന്നുന്നു 5 മിനിറ്റ്സ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കുഞ്ഞിൻ്റെ പാസ്പോർട്ടും എൻ്റെ പാസ്പോർട്ടും സ്കാൻ ചെയ്തു, പിന്നെ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൻ്റെ വിസ ആപ്ലിക്കേഷൻ നമ്മൾ വരുന്നതിന് 2-3 ദിവസം മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും ടൈമും ഫിക്സ് ചെയ്ത് നമ്മൾ UK വികാസിലേക്ക് വരുമായിരുന്നു കേട്ടോ. കുട്ടികളുടെ വിസ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം നമ്മൾ UK വികാസിൽ വന്നാൽ മതി കേട്ടോ. അല്ലാതെ നമ്മുടെ എല്ലാം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് ഓൺലൈൻ തന്നെ നമുക്ക് വിസ വരുകയും ചെയ്തു കേട്ടോ. ആക്ച്വലി സർവീസസ് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പല സർവീസസിന്റെ ബോർഡ് കാണുമ്പോഴും അടുത്തതിൽ കയറാന്ന് വിചാരിച്ചു കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചു വരാനായിട്ട് പെട്ടെന്ന് നമ്മളിവിടെ നമ്മുടെ ഗ്ലോസ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തൽക്കാലം നമ്മുടെ സ്ഥിരം സ്ഥലമായ KFC തന്നെ കയറിയേക്കാം. ഇവിടെ നാട്ടില് KFC പോലെ അല്ല കേട്ടോ. ഇവിടുത്തെ KFC ഡിഫറെന്റ് അല്ലേ ഏട്ടായി? ചേട്ടന് ഇഷ്ടമല്ല ഗൈസ് വീഡിയോയിൽ വരുന്നത്. പക്ഷെ ചേട്ടൻ അറിയാതെ ചില ക്ലിപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, പറയണ്ട. ഇപ്പൊ ശരിയായോ പാർക്കിങ്? ഓക്കെ, എന്നാ പോവാൻ വാ. Did you enjoy the trip? Yeah. You can sleep now, okay? We are going to eat something. പാവം, അവൻ ഉറക്കിട്ട് കഴിക്കാൻ പോകുന്നു. No. No. You don't know? I know. No. അല്ല സാർ, ഞങ്ങൾ മടുത്തടാ. നീ കിടന്ന് ഉറങ്ങിയില്ലേ? ഞങ്ങൾ ഉറങ്ങിയില്ല. ഇതൊന്നും മുറുക്കണമായിരുന്നല്ലോ ചേട്ടായി. ഇതൊന്നും മുറുക്കണമായിരുന്നു. ഇത് മുറുക്കോ? ഞാൻ പിടിക്കാം. Come on guys, നമുക്ക് കഴിച്ചിട്ട് പോവാം. ഞാൻ തോന്നില്ല. ആ 10011 എവിടെ 10011 എഴുതി വെച്ചേക്കുന്നത്?
10011 ഇപ്പൊ നടക്കുന്നത് നമ്മുടെയാണ്. You can go with as a meal. It is little bit cheaper if you go like Oh, this. really? Okay, you meal, you will get fries and drink. Oh, so it is okay. little bit cheaper for you. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതാണ് നമ്മുടെ മീൽ. ഞാൻ അത് കൊണ്ട് വെച്ചിട്ട് വരാട്ടെ, എന്നിട്ട് അവനെ എടുക്കാം. എവിടെയായിട്ട് ഇരിക്കാം? എന്തത്? ബേർഡ്. ചിക്കനെ കണ്ടിട്ട് ബേർഡ്. അതാണോടാ ബേർഡ്? ടാറ്റ പറഞ്ഞോ, ടാറ്റ പറഞ്ഞു ബേർഡിനോട്. അവന്റെ ബേർഡ്. ബേർഡിനോട് ടാറ്റ പറഞ്ഞിട്ട് പോവാം. Oh my god. Ram is going into somewhere else. Yeah. നമ്മൾ KFC എല്ലാം കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മൾ മടുത്തല്ലേ ചേട്ടായി? ചേട്ടായി മടുത്തോന്നി ചോദിച്ചാ ചെറുതായിട്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ലൈറ്റൊക്കെ ഓണായിക്കോ, പോയതുപോലെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.